الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, മനുഷ്യരായ ആളുകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസ രംഗം നന്നാകും, സൽക്കർമ്മങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്നവരാകും. പക്ഷേ അവരുടെ സ്വഭാവ പെരുമാറ്റ ഗുണങ്ങൾ വളരെ പ്രയാസകരമുള്ളതായിരിക്കും, ദുർബലമായിരിക്കും. ഇപ്പൊ ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ കടന്നു വരാറുള്ള ഒരു വിഷയമാണ്. അയാൾ നല്ല ദീനിയായ മനുഷ്യനാണ്, എന്നാൽ അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന രൂപത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ആളുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന അപാരമായ പ്രതിഫലവും നമസ്കാരം, നോമ്പ്, സ്വതക്ക തുടങ്ങിയിട്ടുള്ള ധാരാളം പുണ്യകർമ്മങ്ങളും സത്യവിശ്വാസികളായ നാം നിത്യജീവിതത്തിൽ ധാരാളമായി അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു ജാഗ്രതയും അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മുടെ സൽസ്വഭാവത്തെ നാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് മഹാനായ സ്വഹാബി സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹം ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അപ്പോൾ അലൈസ തഖറഉൽ ഖുർആൻ, താങ്കൾ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം ബല, ഞാനത് ചെയ്യാറുണ്ട്. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഇൻ ഖുൽക നബിയല്ലാഹ് അനൽ ഖുർആൻ, തീർച്ചയായും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആനായിരുന്നു എന്നാണ്. ആ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ സ്വഭാവം എന്താകണം, അവർ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ആ പരിശുദ്ധ ഖുർആനിന്റെ സ്വഭാവത്തിന് ഉടമയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആ പ്രവാചകന്റെ ജീവിതത്തെ
അനുദിനം പിൻപറ്റുവാൻ, ക്രമീകരിക്കുവാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ആ പ്രവാചകന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വഇന്നക ലഅലാ ഖുൽഖിൻ അദീം, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ് എന്ന. അതുകൊണ്ടാണ് ആ പ്രവാചകന്റെ സ്വഭാവ ഗുണത്തെ സംബന്ധിച്ച് മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുൽഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭൃത്യനായി ജീവിച്ചിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷത്തോളം ഭൃത്യനായി സേവകനായി ജോലി ചെയ്തിട്ടുണ്ട്. ആ 10 വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് ഛേ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് പോലും പ്രവാചകൻ എന്നോട് ചോദിച്ചിട്ടില്ല. അതിനെക്കുറിച്ചാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സബ്ബാബൻ വലാ ഫഹാഷൻ, അല്ലാഹുവിന്റെ ഹബീബ് ഒരാളെ ശപിക്കുന്ന വ്യക്തിയായിരുന്നില്ല, മറ്റൊരാളെ കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരാളായിരുന്നില്ല. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് കാണുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയാറുണ്ട്, അവൻ എന്താണ് പറ്റിയത്, അവന്റെ നെറ്റിയിൽ മണ്ണ് പുരളട്ടെ, അവൻ നാശമടയട്ടെ എന്ന് പ്രവാചകൻ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നുവെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവ പെരുമാറ്റ സംസാര ജീവിത രീതി എങ്ങനെയായിരിക്കണമെന്ന് ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നത്, ലം യകൂനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വകാന യഖൂൽ ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശപ്പെട്ട സ്വഭാവക്കാരനോ അശ്ലീലമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിത്വമേ ആയിരുന്നില്ല. പ്രവാചകൻ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ സൽസ്വഭാവമുള്ളവരാണ്, അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരും ഉത്തമരായ ജീവിത രീതി നയിക്കുന്ന ആളുകളെന്നും പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് പ്രവാചകന്റെ സ്വഭാവം. ആ ഒരു സ്വഭാവ രീതിയിലേക്ക് മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാണോ? അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിൽ ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന മഹത്തരമായ ഏറ്റവും ശ്രേഷ്ഠമായ 3 ഉപദേശങ്ങൾ അദ്ദേഹത്തിന് നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. യാ അബാ ഹുറൈറ അലൈക ബിഹുസ്നിൽ ഖുൽഖ്, താങ്കൾ സൽസ്വഭാവത്തിന്റെ ഉടമയായി ജീവിക്കണം കേട്ടോ എന്ന് അദ്ദേഹത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, വമാ ഹുസ്നുൽ ഖുൽഖ യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് റസൂലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, തസ്ലുമൻ ഖതഅക്, നിന്നോട് ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള, ബന്ധം മുറിച്ചു കളഞ്ഞിട്ടുള്ള ആളുകളോട് നീ ബന്ധം സ്ഥാപിക്കാൻ. അതാണ് സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തതായി പ്രവാചകൻ പറഞ്ഞത്, നിന്നെ ആക്രമിച്ച, നിന്നെ വേദനിപ്പിച്ച, നിന്നെ പ്രയാസപ്പെടുത്തിയ, നിന്നെ കരയിപ്പിച്ച ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കണം. മൂന്നാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത്, സമ്പത്തുണ്ടായിട്ടും നിനക്ക് ദാനം നൽകാത്തവർക്ക്, നിന്നെ സഹായിക്കാത്തവർക്ക് നീ അങ്ങോട്ട് ചെന്ന് സഹായിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആ ഒരു സൽസ്വഭാവത്തിന്റെ മകുടോദാഹരണമായി മാറാൻ വിശ്വാസികളായ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ഐഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, ഖാലത്ത് സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ മുഅ്മിനീന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജത സ്വാഇമിൽ ഖായിം. ഒരു സത്യവിശ്വാസി തന്റെ ജീവിതത്തിലുള്ള സൽസ്വഭാവത്തോടുകൂടിയുള്ള പെരുമാറ്റം കൊണ്ട്, സംസാരം കൊണ്ട് നോമ്പിനേക്കാളും ധാരാളമായി നിസ്കരിക്കുന്നതിനേക്കാളും ഉന്നതമായ ദറജാത്തുകളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ഗുണത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും മാ ഷൈഉൻ അഖ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുൽഖിൻ ഹസന. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു സത്യവിശ്വാസിയുടെ മീസാനിൽ, തുലാസിൽ ഖനം തൂങ്ങുന്ന അമൽ എന്ന് പറയുന്നത് അത് സൽസ്വഭാവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വഭാവ മഹിമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സൽസ്വഭാവം കൊണ്ട് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ നേട്ടത്തിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്നത ഫഖാല തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്: മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വർഗ പ്രവേശനത്തിന് കാരണമാക്കുന്നത് അല്ലാഹുവിലുള്ള തഖ്വയും അവന്റെ ജീവിതത്തിൽ പ്രകടമാക്കുന്ന സൽസ്വഭാവം കൊണ്ട് മാത്രമാണ് എന്നാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെയും ജനങ്ങളുടെയും ഇഷ്ടം നേടണമെന്ന് ആഗ്രഹമുണ്ടോ? മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിച്ചതായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ് ലിഅന്ന തഖ്വല്ലാഹ് യുസ്ലിഹു മാ ബൈനൽ അബ്ദി വബൈന റബ്ബഹു വഹുസ്നുൽ ഖുൽഖ് യുസ്ലിഹു മാ ബൈനഹു വബൈന ഖൽഖഹു. തീർച്ചയായും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കൽ മനുഷ്യന്റെയും റബ്ബിന്റെയും ഇടയിലുള്ളതിനെ നന്നാക്കും എന്നാണ്. സൽസ്വഭാവത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവൻ മറ്റു സൃഷ്ടികൾക്കിടയിൽ അവന്റെ സ്വഭാവത്തെ നന്നാക്കാനും കഴിയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം നിന്റെ മേൽ നിർബന്ധമാക്കപ്പെടും. സൽസ്വഭാവം കൊണ്ട് ജനങ്ങളിലേക്ക് നീ പ്രവേശിക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിന്നെ ആദരിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൽസ്വഭാവം കൊണ്ട് നേടാൻ കഴിയുന്ന അഞ്ചാമത്തെ ഗുണത്തെക്കുറിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്? അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിക്കൻ വബിബൈത്തിൻ ഫീ വസതിൽ ജന്ന വലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുൽഖഹു. തന്റെ ഭാഗത്താണ് സത്യം എങ്കിൽ പോലും തർക്കം ഒഴിവാക്കാൻ വേണ്ടി ആ തർക്കത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവന് സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് അള്ളാഹു വെച്ചു കൊടുക്കും എന്നാണ്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താ പ്രിയപ്പെട്ടവരെ? തമാശക്ക് പോലും കളവ് പറയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു ഒരു വീട് അയാൾക്ക് വെച്ചു കൊടുക്കുമെന്നാണ്. ഇനി മൂന്നാമത്തെ നന്മ എന്താ സഹോദരങ്ങളെ? തന്റെ സ്വഭാവം നന്നാക്കിക്കൊണ്ട് ആരാണോ ജീവിക്കുന്നത് ആ മനുഷ്യന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു അയാൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കുകയാണെങ്കിൽ ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനകും അഖ്ലാഖ. നിശ്ചയം നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എന്റെ സമീപത്ത് ഇരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, റസൂലേ തീർച്ചയായും ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. അപ്പോൾ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കുന്നവരാണവർ എന്നാണ്. മാത്രമല്ല ഇന്ന അഹബ്ബിക്കും ഇലയ്യ അഹാസിനിക്കും അഖ്ലാഖ. മനുഷ്യരുടെ കൂട്ടത്തിൽ മറ്റു സഹജീവികൾക്ക് ദ്രോഹം വരുത്താത്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകൾ. അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവരോട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നാണ്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും ആ ഒരു സൽസ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരാൾ വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമ്പത്ത് തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ നോക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ സമയം കുറെ നേരം കടന്നുപോയി. ഈ വന്ന മനുഷ്യനാണെങ്കിലോ കുറച്ച് ധൃതിയുമുണ്ട്. അവസാനം പ്രവാചകൻ പറഞ്ഞു, താങ്കൾ ഒരല്പസമയം ഇവിടെ ഇരിക്കുക, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അവിടെ എന്തോ ഒരു കളികളും തമാശകളുമായിട്ട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആ സ്ഥലത്ത് മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിനോടുള്ള പെരുമാറ്റം? സഹോദരങ്ങളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ തട്ടി. അനസ് റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഞാൻ മറന്നുപോയി, ഇതിൽ മുഴുകിപ്പോയതാണ്, ഞാൻ ഇപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, വേഗം പോയി അത് വാങ്ങിയിട്ട് വാ. ഇതാണ് പ്രവാചകന്റെ സ്വഭാവം. ഇതുപോലെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സംസ്കാരങ്ങളെയും ക്രമീകരിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ് എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി, അഹ്സനുഹും ഖുൽഖ, ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള മനുഷ്യനാണ് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെന്ന് പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മാത്രമല്ല, നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ, സത്യവിശ്വാസികളിൽ വിശ്വാസം സമ്പൂർണമായിട്ടുള്ളവൻ നിങ്ങളിൽ നല്ല സൽസ്വഭാവമുള്ളവനാണ് എന്ന. വിശ്വാസിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ ജീവിതത്തിൽ സൽസ്വഭാവം പ്രാവർത്തികമായിട്ടുണ്ടോ എങ്കിൽ അയാൾ പൂർണ്ണനായ ഒരു വിശ്വാസിയാണ് എന്നാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, സൽസ്വഭാവികളായ ആളുകൾ ഒരിക്കലും ദുനിയാവിൽ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കുന്നവരല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വലാ തുസഗ്ഹിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ലുഖ്മാൻ ഹക്കീം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ, നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ മുഖം തിരിച്ചു കളയരുത്, ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. നല്ല സൽസ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരാള് ആളുകളെ കാണുമ്പോ ദേഷ്യത്തിന്റെ പേരിലാണെങ്കിൽ ശരി, അപരിചിതത്തിന്റെ പേരിലാണെങ്കിലും മുഖം തിരിക്കൂല. അറിയുന്നവനാണെങ്കിലും അറിയാത്തവരാണെങ്കിലും അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും, അയാളോട് സലാം പറയും. ഇതാണ് നല്ല സൽസ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ആള് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ആ സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിക്കുന്നത്, അല്ലാഹുമ്മ വഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖി ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല പെരുമാറ്റവും നല്ല സൽസ്വഭാവവും പ്രകടമാക്കാൻ കഴിയുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഒരു കൃത്യതയും അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആദർശ രംഗത്ത് മാത്രമാണ് പ്രവാചകനോട് ശത്രുതയുണ്ടായിരുന്നത്, പ്രവാചകനോട് കോപമുണ്ടായിരുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. ആ ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാടൊരു കൂട്ടം നരകത്തിലേക്ക്, മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് മാനിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, വഹീദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ വിശ്വാസികളായ മനുഷ്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യത്യസ്തങ്ങളായ പട്ടിണി കൊണ്ടും ശാരീരികമായ മാനസികമായ പീഡനങ്ങൾ കൊണ്ടും പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരാഗ്രഹിക്കുന്ന പ്രതാപം അവർക്ക് ഇട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്ക് നീ സമാധാനവും ആശ്വാസവും നിർഭയത്വവും സന്തോഷവും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ വേദനയും രോഗങ്ങളും നീ പൂർണ്ണമായ രൂപത്തിൽ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്ഫിൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ.